തിരുവനന്തപുരം നഗരം കീഴടക്കി തെരുവ് നായ്കൾ. പൊതുയിടങ്ങളിൽ മാലിന്യം കുന്നുകൂടിയതോടെ തെരുവ് നായ്കളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. തെരുവ് നായ പ്രശ്നം പരിഹരിക്കുന്നതിൽ നഗരസഭ പൂർണ്ണമായും പരാജയപ്പെട്ടു കഴിഞ്ഞു. പ്രശ്ന പരിഹാരത്തിനായി കൃത്യമായ ആസൂത്രണമില്ലാതെയാണ് മേയറും BJP ഭരണസമിതിയും ഇറങ്ങിയതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. സ്ഥലമുണ്ടെങ്കിൽ നമുക്കൊരു 350-നും 400-നും ഇടയ്ക്ക് നായ്ക്കളെ നന്നായിട്ട് പാർപ്പിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകളിലും മീറ്റിങ്ങുകളിലും 7 ഏക്കർ സ്ഥലം, ഇപ്പോൾ സംഗീത തന്നെ 7 ഏക്കർ സ്ഥലം ഒരു സ്ഥലത്ത് ലീസിന് എടുക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. 11 ഏക്കർ സ്ഥലമുള്ളവരുണ്ട്, 3 ഏക്കർ സ്ഥലമുള്ളവരുണ്ട്. അപ്പോൾ വിവിധ സംഘടനകൾ ഇങ്ങനെ പ്രപ്പോസലുകളായിട്ട് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തിയിട്ട് NGOസുമായിട്ട് ചേർന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കോർപ്പറേഷൻ്റെ നോംസ് അനുസരിച്ച് NGOസിനെ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ഇതോടൊപ്പം തന്നെ ഈ ലീസിനെടുക്കുന്ന സ്ഥലത്ത് ഒരു അനിമൽ ക്രിമിറ്റോറിയവും ഒരു കുറച്ച് കൂടുതൽ നായ്ക്കൾ, ഇപ്പോൾ ഒരു 5 എണ്ണമൊക്കെ ABC ചെയ്യാനുള്ള സംവിധാനം കോർപ്പറേഷൻ ചെയ്യുള്ളൂ. 5 or 6 ദിവസം നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു 50 എണ്ണമെങ്കിലും ചെയ്യണം. അതിനുള്ള ഒരു ABC സെന്ററും ഒരു അനിമൽ ക്രിമിറ്റോറിയം കൂടി നമ്മുടെ പ്ലാനിലുണ്ട്. അധികാരത്തിലേറി ദിവസങ്ങൾക്കുള്ളിൽ മേയർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വാക്കുകളാണിത്. തെരുവുനായ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയെന്നാണ് അന്ന് മേയർ വ്യക്തമാക്കിയത്. എന്നാൽ യഥാർത്ഥ വസ്തുത എന്താണെന്ന് നോക്കാം. പ്രഖ്യാപനങ്ങൾ നടത്തി 5 മാസം പിന്നിട്ടിട്ടും തലസ്ഥാനത്ത് സ്വതന്ത്രമായി വിഹരിക്കുകയാണ് തെരുവു നായകൾ. നഗരസഭയുടെ കൺമുന്നിൽ നായകൾ കൂട്ടത്തോടെ നടക്കുമ്പോഴും മേയർ ഉന്നയിക്കുന്നത് ആദ്യഘട്ടം പൂർത്തിയായി എന്നാണ്. തെരുവു നായയുടെ കാര്യത്തിൽ നമുക്കറിയാം, ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് 30 ദിവസത്തിനകം തന്നെ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള ഞങ്ങൾ 50 തെരുവു നായകളെ ഷട്ടറിൽ പാർപ്പിച്ചിട്ടുണ്ട്. അവ വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2ാം ഘട്ടം ഇന്ന് രാവിലെ ആരംഭിച്ചു. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് 2ാം ഘട്ടം ഞങ്ങൾ ആരംഭിച്ചത്. 1000-ലധികം നായകൾ തലസ്ഥാനത്ത് സ്വതന്ത്രമായി അലഞ്ഞു തിരിയുമ്പോഴാണ് ചുരുക്കം നായകളെ പിടിച്ച കണക്കു പറഞ്ഞ് മേയർ ആദ്യഘട്ടം പൂർത്തിയാക്കുന്നത്. നായകളെ പിടികൂടി കരുംകുളം സ്വകാര്യ ഷെൽട്ടറിലേക്കാണ് ആദ്യം മാറ്റിയത്. എന്നാൽ ഷെൽട്ടറിനെതിരെയുള്ള പ്രതിഷേധം കടുത്തതോടെ നഗരസഭ ആ ശ്രമം ഉപേക്ഷിച്ചു. വണ്ടിത്തടത്തിലുള്ള നഗരസഭയുടെ ABC കേന്ദ്രത്തിലേക്ക് പദ്ധതി മാറ്റി. ദിവസം 20 വന്ധീകരണം നടത്താൻ കഴിയുന്ന വണ്ടിത്തടത്ത് മാസത്തിൽ 35 ശസ്ത്രക്രിയ എന്നതിലേക്ക് ചുരുങ്ങി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നായകൾക്ക് ഷെൽട്ടർ ഒരുക്കാൻ കഴിയാത്തതാണ് എണ്ണം കുറയ്ക്കാനുള്ള കാരണം. വന്ധീകരണ ശസ്ത്രക്രിയകളുടെ എണ്ണം കുറഞ്ഞതോടെ തെരുവു നായകളും ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. മുൻ ഭരണസമിതി ABC സെന്റർ അടക്കം സ്ഥാപിച്ച് ഫലപ്രദമായി തെരുവുനായ ശല്യം പരിഹരിച്ച സ്ഥലത്താണ് കുത്തഴിഞ്ഞ അവസ്ഥ ഇന്ന് നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. നമ്മുടെ പേട്ടയിലെ സെന്ററിലും പൂങ്കുളത്തെ സെന്ററുകളിലും മറ്റ് നിരവധിയായിട്ടുള്ള മൃഗാശുപത്രികളിലും ഈ സംവിധാനം ഒരുക്കാം. നമ്മുടെ സ്ഥാപനങ്ങളുടെ ഡോക്ടർമാരെയും സംവിധാനത്തിനെയും പ്രയോജനപ്പെടുത്തിയാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാം. അപ്പോൾ ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തി തെരുവുനായ ശല്യം പരിഹരിക്കാൻ നിലവിലെ നഗരസഭാ കൗൺസിൽ മുന്നോട്ട് വരണം. 2ാം ഘട്ട പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്ന് പറയുന്ന മേയർ ഒന്ന് ഓർക്കണം. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇതിന്റെ പരിഹാരം എവിടെ എത്തിയെന്ന് അവർക്ക് മനസ്സിലാകുന്നുമുണ്ട്. അഞ്ജു എസ് പാലൻ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.